വിഴിഞ്ഞത്ത് അദാനി MSC ഡീൽ മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണമാക്കുകയാണ് പ്രതിപക്ഷം. സർക്കാർ അറിയാതെ ഓഹരി കൈമാറ്റം നടക്കില്ലെന്ന മുൻ ധനമന്ത്രി KN ബാലഗോപാൽ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. VD സതീശന്റെ മംഗലാപുരം യാത്രയിലും പ്രതിപക്ഷം ദുരൂഹത ആരോപിക്കുന്നുണ്ട്. സർക്കാർ നീക്കത്തെ ലത്തീൻ സഭയും സംശയത്തോടെയാണ് കാണുന്നത്. വിഴിഞ്ഞത്തെ അദാനി MSC ഇടപാടിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണത്തിന്റെ മൂർച്ച കൂട്ടുകയാണ് പ്രതിപക്ഷം. സർക്കാരിന്റെ പച്ചക്കൊടിയില്ലാതെ ഓഹരി കൈമാറ്റം നടക്കില്ലെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ബജറ്റിലെ ഓപ്പറേഷൻ സമുദ്ര പ്രഖ്യാപനങ്ങളിലും പ്രതിപക്ഷത്തിന് സംശയം. ഇതൊക്കെ ആസൂത്രണം അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സമുദ്രയുടെ ഇത്രയും വിശദമായ കാര്യങ്ങൾ വരില്ല. പല കാര്യങ്ങളും അതുമായി ചേർന്നുകൊണ്ട് അതെല്ലാം വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുൻപ് VD സതീശൻ നടത്തിയ മംഗലാപുരം യാത്രയെയും സംശയത്തോടെയാണ് പ്രതിപക്ഷം കാണുന്നത്. അവിടുത്തെ സന്ദർശനം, ചില ആൾക്കാരുമായിട്ടുള്ള ചർച്ചകൾ, അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റുമായിട്ടുള്ള ചർച്ച, അതെല്ലാം വളരെ വിവാദമായിട്ടുള്ള കാര്യങ്ങളാണ്. രത്തൻ കേൽക്കറുടെ നിയമനത്തിലെ സംശയം ഇന്നും മുൻമന്ത്രി VN വാസവൻ ആവർത്തിച്ചു. ആ തുറമുഖ സെക്രട്ടറിയെ ഇലക്ഷൻ കമ്മീഷനായി BJP ഗവൺമെന്റ് നിയോഗിക്കുന്നു. UDF ഗവൺമെന്റ് വന്ന ഉടൻ തന്നെ UDFന്റെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ കേൽക്കറെ നിയോഗിക്കുന്നു. ഇതെല്ലാം തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. വിഴിഞ്ഞം തുറമുഖ MD ആയിരുന്ന ദിവ്യ S അയ്യരെ അധികാരത്തിലെത്തിയ ഉടൻ മാറ്റിയത് അദാനിക്ക് വേണ്ടിയെന്ന ആരോപണവും പ്രതിപക്ഷം കടുപ്പിക്കുന്നുണ്ട്. അദാനിയുടെ കരാർ കൈമാറ്റം തങ്ങളറിഞ്ഞില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം വിശ്വസിക്കാൻ ലത്തീൻ സഭയും തയ്യാറായില്ല. മുഖ്യമന്ത്രി അറിയാതെ കരാറുകൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം വേണ്ടപ്പെട്ട സർക്കാർ അനുമതി കൊടുക്കണം. അതൊരിക്കലും നിയമം അനുവദിക്കത്തില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായാൽ പ്രതിഷേധിക്കുമെന്നും സഭ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.